ഹായ് ഹലോ എല്ലാവർക്കും പത്രം മാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അവിടെ നമ്മുടെ നിവിൻ വക്കീൽ വന്ന് നമ്മുടെ മുത്തശ്ശിക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ പറയണം അങ്ങനെയൊക്കെ പേടിയൊക്കെ മാറ്റിയിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് നമ്മുടെ ആദർശം നയനയും കൂടെ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ മുത്തശ്ശനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വാശി ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് നമ്മുടെ നന്ദുവിനെ തന്നെ കെട്ടണം എന്നുള്ള ആ ഒരു ഇത് തോന്നുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാ, കനകയും ഗോവിന്ദനും കൂടെ വാശി കാണിച്ച് നിൽക്കുകയാണല്ലോ, ഇത്രയും പറയുന്നുണ്ട്. അപ്പം നമ്മുടെ നയന വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് മുത്തശ്ശി, ഇതൊക്കെ പേടിയൊക്കെ മാറിയോ എന്ന് പറയുമ്പോൾ, എനിക്കെന്തിനാ പേടി, എനിക്ക് പേടിയൊന്നുമില്ല, കോടതിയിൽ നിങ്ങൾക്കൊന്നും പേടിയില്ലാതിരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്തായാലും കോടതിയിലുള്ളവരെല്ലാം മനുഷ്യർ തന്നെയാണല്ലോ, പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ ഓരോ ശീലങ്ങളൊക്കെ വരുന്നത് എന്ന് നമ്മുടെ മുത്തശ്ശി പറയുകയാണ്. അപ്പോൾ നമ്മുടെ മൂർത്തി മുത്തശ്ശൻ പറയുകയാണ്, ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട പെൺകുട്ടികൾക്കുള്ള ഒരു ഇതെന്ന് വെച്ചാൽ വീട്ടിലുള്ള തല നരച്ച ആൾക്കാരെയെല്ലാം നല്ല ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിലൊക്കെയുള്ള പെരുമാറ്റങ്ങളാണ്. അപ്പോൾ എന്തെങ്കിലും കേസും പ്രശ്നങ്ങളൊക്കെ വന്നാലും അവരെയും കോടതിയൊക്കെ കയറ്റണം എന്നുള്ളതാണ് അവരുടെയൊക്കെ ഒരു താല്പര്യം. അപ്പോൾ ഞങ്ങളിപ്പോൾ നമ്മളെപ്പോലെയുള്ള ആൾക്കാർ, അതായത് നമ്മുടെ ആ ജനറേഷനിലുള്ള ആൾക്കാരും ഇപ്പോൾ എന്താ നരബാധിച്ചവരും കരുതുന്നത് ഇതിനെയൊക്കെ ഫേസ് ചെയ്ത് ആ ഒരു താളത്തിനൊത്ത് പോകണം എന്നുള്ളതാണ്. അല്ലേടാ ആദർശ, അതല്ലേ ശരി എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശൻ്റെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല, കാരണം മുത്തശ്ശൻ എത്രയോ പ്രാവശ്യം കോടതി കയറിയിരിക്കുന്നു. നമ്മുടെ കമ്പനിയുടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി മുത്തശ്ശൻ കയറിയിട്ടുണ്ടല്ലോ. പക്ഷേ മുത്തശ്ശി അങ്ങനെയല്ലല്ലോ, ആദ്യമായിട്ടല്ലേ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്നും പഠിക്കുന്നത് എന്ന് നമ്മുടെ മുത്തശ്ശിയും പറയുകയാണ്. എന്നിട്ട് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ നവീനോട് ചോദിച്ച് കോടതിയിൽ എന്തൊക്കെ പറയണമെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക, ആ അനിയോടും കൂടെ ഒന്ന് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പം ആദർശ് പറയുന്നുണ്ട്, അവനെ എങ്ങനെയാണ് അനാമിക അവൻ്റെ തലയിൽ നിന്ന് പോയാൽ മതി എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് അങ്ങനെയല്ലല്ലോ. എന്തായാലും അവളെ അടിച്ചതല്ലേ, ആ ഒരു കേസ് കിടക്കുന്നുണ്ട്, നമുക്കെല്ലാം അനുകൂലമായി വന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ആദർശ് അവിടെ നിന്നങ്ങ് പോവുകയാണ്. അപ്പോൾ ആ സീൻ അവിടെ കട്ടാവുകയാണ്. പിന്നെ അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ അനാമികയുടെ അച്ഛനും അമ്മയും എല്ലാം കൂടെ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയാകുകയാണ്. അങ്ങനെ ആദ്യം അനാമികയുടെ അച്ഛൻ റെഡി ആയിട്ടുണ്ട്, അത് കഴിഞ്ഞ് അനാമിക റെഡിയായൊക്കെ വരികയാണ്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, എന്തായിരുന്നാലും നമുക്ക് ദൈവത്തെ കൂടെ കുറച്ച് കൂട്ടുപിടിക്കണം, ദൈവത്തെ കൂടെ കുറച്ച് കൂട്ടുപിടിച്ചാലേ എല്ലാം ശരിയാകത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ അനാമികയുടെ അമ്മയും കൂടെ വന്നിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്, അവർക്ക് ഒരുപാട് പണമൊക്കെ ഉള്ളതല്ലേ, അവർ കോടതിയെയും ജഡ്ജിയെയും വക്കീലിനെയൊക്കെ വിലയ്ക്ക് വാങ്ങിക്കുമോ? എനിക്ക് തോന്നുന്നത് അത് അങ്ങനെ വല്ലതും സംഭവിക്കുമോ എന്നുള്ളതാണ്. ഒന്നും സംഭവിക്കില്ല, നമുക്ക് നോക്കാം എന്നൊക്കെ നമ്മുടെ അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായിരുന്നാലും എന്നെ അടിച്ചതില്ല കേസിൻ്റെത് ചിലപ്പോൾ ബലപ്പെടില്ലായിരിക്കും, പക്ഷേ എവളെ അടിച്ചത് ബലപ്പെടുമല്ലോ, നമുക്ക് അത് വെച്ച് എന്തായിരുന്നാലും നോക്കാം, ഇനി എന്തായിരുന്നാലും നമുക്ക് ദൈവത്തെ കൂടെ കൂട്ടുപിടിച്ചാലേ ശരിയാകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് താമസിക്കേണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞാൽ അമ്പലത്തിലേക്ക് പോവുകയാണ്. പിന്നെ അവിടെ കാണിക്കുന്നത് ക്ഷേത്രത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അമ്പലത്തിൽ തൊഴുതുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ അവരവിടെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ നമ്മുടെ അനാമികയുടെ അച്ഛനായ വേണുവും രേവതി എല്ലാം കൂടെ കാറിൽ വന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ അവർ കാണുന്നുണ്ട് അങ്ങനെ അവർ അടുക്കലേക്ക് പോവുകയാണ്. എന്നിട്ട് വേണു പറയണ, ഇവിടെ വന്നിങ്ങനെ ഇനി ദൈവത്തെയൊക്കെ കൂട്ടുപിടിച്ചാലേ പറ്റത്തുള്ളൂ അല്ലേ, പക്ഷെ നിങ്ങൾ ദൈവത്തെ കൂട്ടുപിടിച്ചിട്ടും കാര്യമൊന്നുമില്ല, ഇനി ഇതൊന്നും ഒരു രക്ഷയുമില്ല സാറേ എന്നിങ്ങനെ മുത്തശ്ശനെ കളിയാക്കി പറയുകയാണ്. അപ്പോൾ എന്നിട്ട് മുത്തശ്ശൻ്റെ അടുക്കലേക്ക് ഇങ്ങനെ അവർ മൂന്നുപേരും വന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ കൊച്ചുമകൻ എൻ്റെ മകളെ അടിച്ചു, അത് ഞാൻ കേസാക്കിയിട്ടുണ്ട്, അതുപോലെ വക്കീലിൻ്റെ മുൻപിൽ വെച്ച് നിങ്ങൾ എന്നെ അടിച്ചു, അതും ഞാൻ കേസാക്കിയിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പം മുത്തശ്ശൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരൊറ്റ അടിച്ച് വേണുവിൻ്റെ കവിളിൽ അങ്ങ് കൊടുക്കുകയാണ്. വേണു തെറിച്ച് കുറച്ചൊന്ന് മാറിപ്പോയി. എന്നിട്ട് വേണുവിൻ്റെ അടുത്ത് പറയണം, ഇതും കൂടെ ചേർത്ത് നീ കൊണ്ടുപോയി കേസ് കൊടുക്കടാ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് രേവതി പറയുന്നുണ്ട്, ഇതൊന്നും ശരിയല്ല, നമ്മളിത് ചേർത്തെല്ലാം കേസ് കൊടുക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നത് ഇതൊക്കെ ചേർത്ത് തന്നെ കൊടുക്കണം. അപ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട്, നിങ്ങൾ എന്തോന്നാണ് വിചാരിച്ചത്, എന്നെ കൂടെ ചേർത്ത് കേസ് കൊടുക്കുമ്പോൾ ഞങ്ങൾ വന്ന് നിങ്ങളുടെ കാല് പിടിക്കുമെന്നോ, അതേ ഒരു കോംപ്രമൈസിന് തയ്യാറാകുമെന്നോ? ഒന്നും കരുതണ്ട, ജയിലിൽ കിടക്കേണ്ടി വന്നാലും ശരി, നിങ്ങളുടെ ആരുടെയും കാല് പിടിക്കാൻ ഞങ്ങൾ ആരും വരില്ല എന്നിങ്ങനെ മുത്തശ്ശി വീറോടെ പറയുകയാണ്. അത് കഴിഞ്ഞ് അനാമിക ഇതൊന്നും കണ്ടിട്ട് ജയിച്ചു എന്നൊന്നും കരുതണ്ട എന്നിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ മുത്തശ്ശി അവളുടെ അടുക്കലേക്ക് വന്നിട്ട് പറയണ, നീ പെണ്ണായിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ നിന്നെ അടിക്കാത്തത്, ഇല്ലെങ്കിൽ നിൻ്റെ കാരണത്തിൽ എൻ്റെ കൈ വീണേ എന്ന് പറയുമ്പോൾ അനാമിക ഒന്ന് പതയ്ക്കുന്നുണ്ട്. എന്നിട്ട് കുറേയൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. എന്നിട്ട് അവർ ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ട് അവിടെ നിൽക്കുകയാണ്.
എന്നിട്ട് മൂർത്തി മുത്തശ്ശനും നമ്മുടെ മുത്തശ്ശിയും പോവുകയാണ്. അപ്പോൾ ഇവർ നേരെ നടയിൽ ചെന്ന് തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിയതിന് ശേഷം തൊഴുതിട്ടതിന് ശേഷം പൂജാരിയോട് പറയുന്നുണ്ട് ഒരു ശത്രു സംഹാര പൂജയും ഒരു അർച്ചനയും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ എന്നിട്ട് ഇനി ഇറങ്ങി നിന്നിട്ട് പറയുകയാണ് മൂർത്തിയുടെ കുടുംബക്ഷേത്രമാണ്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ പൂജാരിക്ക് നമ്മളടുത്തൊരു പുച്ഛം. ഇനി അവൻ തിരിച്ചെങ്ങാനും നമുക്ക് എതിരെ പ്രാർത്ഥിക്കുമോ എന്തോ, അവരുടെ ക്ഷേത്രമല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനാമിക പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരരുതെന്ന് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ലടി, നമുക്ക് എന്തായിരുന്നാലും തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ 3 പേരും കൂടെ തൊഴാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവുകയാണ്. അതോടുകൂടി ആ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഇതൊക്കെ അവിടെ തീരുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദൻ അവിടെ ഗോവിന്ദൻ്റെ ആ ശില്പമൊക്കെ ഉണ്ടാക്കുന്ന എന്തോ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നന്ദു അങ്ങോട്ട് നടന്നു വരികയാണ്. എന്നിട്ട് പറയണ മോളെ ഇന്നലെ അവിടുത്തെ കേസിൻ്റെ വിധി എന്തായി തീരുമോ എന്തോ, ആകെ ഒന്ന് ആലോചിച്ചിട്ട് വല്ലാത്ത ടെൻഷനാണ്. അപ്പോൾ നന്ദു പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തന്നെയാണ് അച്ഛ എന്ന് പറയുകയാണ്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ കനക വരികയാണ്. കനക വന്നിട്ട് പറഞ്ഞു ഉഗ്രമൂർത്തിയുടെ അവിടെയാണ് പോയി തൊഴുതത്, എന്തായിരുന്നാലും മൂർത്തി സാറിനെയും കുടുംബത്തെയും രക്ഷിക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നന്ദു അനാമികയ്ക്കും ഇവർക്കും എതിരെ പറയുമ്പോൾ നമ്മുടെ കനക പറയുന്നുണ്ട് ഇതിലെല്ലാം കാരണക്കാർ നീയും കൂടെയാണ് നന്ദു, അത് നീ മറക്കണ്ട എന്ന് പറയുന്നില്ല, നീയും അനിയും തമ്മിലുള്ള ആ ഒരു ഇത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നത് അമ്മ എല്ലാം അറിഞ്ഞിട്ടൊന്നും അറിയാത്ത പോലെ പറയരുത്, അനാമികയുടെ സ്വഭാവം അമ്മയ്ക്ക് നന്നായിട്ട് അറിയാവുന്നതാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കനകയും വിട്ടുകൊടുക്കുന്നില്ല, കനകയും ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഈ കേസ് തീർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ സച്ചിമോനുമായിട്ടുള്ള ആ ഒരു എൻഗേജ്മെൻറ്റ് പെട്ടെന്ന് നടത്തണം ഗോവിന്ദേട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ നന്ദുവിൻ്റെ മുഖമെല്ലാം അങ്ങ് ദേഷ്യം കൊണ്ട് ഇതാവുകയാണ്. അപ്പം കണ്ടോ ഗോവിന്ദേട്ട അവളുടെ മുഖത്തൊരു ദേഷ്യം, നന്ദൂട്ടാ നീ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ല കേട്ടോ, എന്തായിരുന്നാലും സച്ചിമോനുമായിട്ടുള്ള നിൻ്റെ എൻഗേജ്മെൻറ്റ് നടത്തും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട് മൂർത്തി സാറിനും കുടുംബത്തിനും എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ ഈ യൂണിഫോം അഴിച്ചു വെച്ചിട്ടാലും ശരി തന്നെ അനാമികയ്ക്കും അവളുടെ അച്ഛനും അമ്മയ്ക്കും ഇട്ടുള്ള പണി കൊടുത്തിട്ട് തന്നെ ഇഞ്ചിഞ്ചായിട്ട് ഞാൻ അവരെ തകർത്തിരിക്കും, ഇല്ലെങ്കിൽ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് എന്തോ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറിപ്പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മൂർത്തി സാറിൻ്റെ വീടാണ്. അവിടെ നമ്മുടെ ജാനകിയും ജലജയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജാനകിക്ക് എന്തോ ചെറിയ ഒരു മാറ്റമൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ട്. പക്ഷേ ജലജ നല്ല രീതിയിൽ കുത്തിത്തിരിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ എന്നോട് പിന്നെ ജയേട്ടനും അനിയും ഒന്നും സംസാരിക്കുന്നില്ല, രണ്ടുപേരും നല്ല പിണക്കത്തിലാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ജലജയ്ക്ക് മനസ്സിലൊരു സംശയം തോന്നുന്നു, ഇനി എവള് വീണ്ടും മാറിയോ, എന്ത് തന്നെ ആയിരുന്നാലും ഇനി വീട്ടിൽ കയറ്റാൻ പാടില്ലാത്തവളമാരൊന്നും നീ വീട്ടിൽ കയറ്റാൻ നിർത്തരുത്. അപ്പോഴും ജാനകി ഒന്നും പറയുന്നില്ലെങ്കിലും പറയുകയാണ് എന്തൊക്കെയായിരുന്നാലും അനാമിക ഞാൻ സപ്പോർട്ട് ചെയ്താലും ഒക്കെ ശരി തന്നെ, പക്ഷേ അമ്മയും അച്ഛനും എതിരെ കേസ് കൊടുത്തൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണം. അപ്പോഴത്തേക്കാണ് നമ്മുടെ അനി അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് പറയണം എന്ത് വന്നിരുന്നാലും ഇപ്പോഴും മരുമോളെ വശം പിടിച്ചോ, മുത്തശ്ശിയും ജയിലിൽ കയറ്റിയ ആ മരുമോളാണല്ലോ വലുത്, നന്ദുവിനെ കുറ്റം പറയാനാണ് അമ്മയ്ക്ക് നേരം അല്ലേ, ഒന്ന് ഓർത്തോ അപ്പം ജലജ പറയുന്നുണ്ടോ നിൻ്റെ മുത്തശ്ശിയും ജയിലിലായല്ലോ അവൾ കാരണം എന്ന് പറയുന്നുണ്ട്. അതെ കോടതിയിലായി, പക്ഷേ ജയിലിലെങ്ങാനും എൻ്റെ മുത്തശ്ശിയും പോയാ പിന്നെ ഞാൻ എന്നേക്കുമായി ജയിലിലായിരിക്കും, അവളെ അച്ഛനെയും അമ്മയും കൊന്നിട്ടായിരിക്കും ഞാൻ ജയിലിൽ പോകുന്നത് എന്ന് പറയണം. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ദേവയാനിയും ആദർശും നയനയെല്ലാം അങ്ങോട്ട് വരികയാണ്. നീ എന്താ പറയുന്നതെന്ന് പറഞ്ഞിങ്ങനെ ജാനകി ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്, നിനക്കിപ്പോഴും നിൻ്റെ മരുമോളാണല്ലോ വലുത്, അമ്മയും അച്ഛനെയും എല്ലാം ജയിലിൽ കയറ്റിയിട്ട് നിനക്ക് അതൊന്നും അല്ലല്ലോ മനസ്സിൽ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ജാനകി ഒന്നും മിണ്ടുന്നില്ല, ഒരു വിഷമത്തോടെ നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ മുത്തശ്ശിയും വരുന്നത്. മുത്തശ്ശി ഇങ്ങോട്ട് വരുന്നതിന് മുൻപായിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട് പിള്ളേരുടെ മുന്നിലൊന്നും ഭയമുള്ളതായിട്ടൊന്നും കാണിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവർ ചെന്നിട്ട് മുത്തശ്ശിയും എല്ലാവരും കാണുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് എല്ലാവരും നിവിൻ മോൻ പറഞ്ഞതെല്ലാം നല്ലപോലെ പഠിച്ചിട്ടുണ്ടല്ലോ, ആരും ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, എന്ത് വന്നാലും നമുക്ക് ഈ കേസ് ജയിക്കണം, നല്ല രീതിയിൽ തന്നെ ആക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിയും ജലജയോട് ചോദിക്കുന്നുണ്ട് ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ടെന്നോ അങ്ങനെ എന്തോ ഒരു ഡയലോഗ് നമ്മുടെ ജലജ പറയും. അപ്പോൾ പറയുന്നുണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് തിരിച്ച് വരണമെന്നാണോ നീ പ്രാർത്ഥിച്ചത്, അതോ പിന്നെ അനി മാത്രം ജയിലിൽ പോകണമെന്നാണോ, എന്താണ് പ്രാർത്ഥിച്ചത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ജലജ എന്താ അച്ഛാ അങ്ങനെ പറയുന്ന. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് എവിടെയോ കിടക്കേണ്ട നിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത്രയും വളർത്തി വലുതാക്കി നല്ല രീതിയിലാക്കി, അതിൽ നിനക്കൊരല്പമെങ്കിലും നന്ദിയുണ്ടെങ്കിൽ നീ നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുക, എന്നിട്ട് വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ അവിടെ നിന്ന് എല്ലാവരുമായിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ പോകുമ്പോൾ ദേവയാനി ജാനകിയോട് പറയുന്നുണ്ട് ഇനിയെങ്കിലും നീ സത്യം എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ
നവ്യയും അഭിയും അമ്മയായിട്ടുള്ള ഒരു രംഗമാണ്. അപ്പോൾ നവ്യ പറയുന്നുണ്ട് നമ്മുടെ എല്ലാവരും മുത്തശ്ശനൊക്കെ ജയിക്കുമോ എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ജലജയും അഭിയും പറയുന്നുണ്ട്, നിൻ്റെ അനിയത്തിയാണല്ലോ ഇതിലെ പ്രധാന കാരണം, അവളും കൂടെ ചേർന്നാണല്ലോ ഇതൊക്കെ ചെയ്തു വെച്ചതെന്ന് പറയുമ്പോൾ പറയും, എന്തായിരുന്നാലും അനാമിക നല്ലവളൊന്നുമല്ല, അവൾ കാരണം തന്നെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എന്തായാലും അവൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയല്ലോ, ഇനി ആർക്കും ഒരു കുഴപ്പമില്ലാതെ എല്ലാവരും തിരിച്ചു വന്നാൽ മതി, കേസ് നമ്മൾ ജയിക്കണം, അത്രയേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അഭി പറയുകയാണ്, എന്നോട് ചെയ്തല്ലോ ആദർശം പിന്നെ മുത്തശ്ശനൊക്കെ, അതിൻ്റെയൊക്കെ പരിണത ഫലം ദൈവം കൊടുത്തതാണ്, അവരൊക്കെ അനുഭവിക്കുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പം ഇത് കാണുമ്പോൾ നമ്മുടെ നവ്യയ്ക്ക് ഒരല്പം വിഷമവും പ്രയാസവും ഒക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ജലജ നല്ല സന്തോഷത്തോടെ ഇങ്ങനെ എന്തോ നേടിയെടുത്ത ആ ഒരു പ്രതീതിയിലാണ് നമ്മുടെ ജലജ അങ്ങനെ നിൽക്കുന്നത്. ജലജയ്ക്ക് എങ്ങനെയെങ്കിലും ഇവരെല്ലാവരും ജയിലിൽ പോകണം, എന്നിട്ട് ഈ സ്വത്തൊക്കെ അവൾക്കും അവളുടെ മകനും മാത്രമായിട്ട് കിട്ടണം, അങ്ങനെയൊക്കെ ഉള്ള ഒരിതാണ്. അപ്പോൾ അതോടുകൂടി ഇങ്ങനെ ജലജ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്ന ആ ഒരു രംഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇനി നാളെ ആയിരിക്കും കോടതിയിലെ രംഗങ്ങളൊക്കെ കാണിക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ നല്ല അടിപൊളി എപ്പിസോഡായിരിക്കും. ഇനി കോടതി രംഗമൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതിനോടൊപ്പം ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടിങ്ങാണ് എൻ്റെ വിജയം, അപ്പോൾ അതാരും മറക്കരുത്. അപ്പോൾ നാളെ മറ്റൊരു അടിപൊളി എപ്പിസോഡുമായി നമുക്ക് കാണാം. അതുവരെ എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക്